ചർച്ചയിലേക്ക് വീണ്ടും. പക്ഷേ ജോസഫ് സി മാത്യു, മറ്റൊന്ന് ഫോൺ ചോർത്തലാണ്. ഏത് MLA-ക്കും ആരുടെയും ഫോൺ ചോർത്താം, അതിനുവേണ്ടി പൈസ മുടക്കാം എന്നൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കും എന്ന് ബോധ്യമാവുകയാണ്. അദ്ദേഹം പറഞ്ഞ വാചകമാണ്. അദ്ദേഹം പുറത്തുവിട്ടതൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഫോണിൽ റെക്കോർഡ് ചെയ്തതാണ്, ചോർത്തിയതല്ല എന്ന് തോന്നുന്നു. പക്ഷേ ചോർത്തിയിട്ടുണ്ട് എന്ന് അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, പോലീസ് മന്ത്രിമാരുടെ അടക്കം ഫോൺ ചോർത്തുന്നുണ്ട്. ഇന്ന് വന്ന വിവരം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രമുഖരുടെ തന്നെ ഫോൺ ചോർത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ബിഗ് ബ്രദർ ഈസ് വാച്ചിങ് നമ്മൾ പറയാറുണ്ട്. പക്ഷെ ആരാണ് ബിഗ് ബ്രദർ എന്നുള്ളത് ചോദ്യമാണ്. മുഖ്യമന്ത്രിയെ തന്നെ ചോർത്തുന്നുണ്ടെങ്കിൽ അതിനും മുകളിൽ ഇനി ആളുണ്ടാവുമോ? അഭിലാഷ്, അദ്ദേഹം പറഞ്ഞത് ഫോൺ അദ്ദേഹവും ചോർത്തുന്നുണ്ട് എന്ന് തന്നെയാണ്. അദ്ദേഹം പുറത്തുവിട്ട തെളിവുകളൊന്നും ഇത് മാത്രമല്ല. എനിക്ക് ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞതിനോടൊരു അഭിപ്രായ വ്യത്യാസമുള്ളത്, അദ്ദേഹം യഥാർത്ഥത്തിൽ ഇന്ന് ADGPയുടെ വലിയ കെട്ടിടത്തെക്കുറിച്ചും ധനസ്രോതസ്സിനെക്കുറിച്ചുമുള്ള ചോദ്യം ഉന്നയിച്ച ആ ഒരു ഭാഗം ഒഴിച്ചാൽ അദ്ദേഹം അങ്ങനെ പുതിയ വിവരങ്ങളോ ആരോപണങ്ങളല്ലാതെ എന്തെങ്കിലും തെളിവുകളോ പുറത്തുവിട്ടു എന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹം പുറത്തുവിട്ട ശബ്ദരേഖ തന്നെ ആരുടെ ശബ്ദമാണ്, ആ ശബ്ദം സോഫ്റ്റ്വെയർ വെച്ച് മാറിയതാണെന്നാണ് പറയുന്നത്. അത് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ കേൾപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അതുകൊണ്ട് അത് പോകട്ടെ. പക്ഷേ പ്രശ്നം ഇദ്ദേഹം പറയുന്നത്, ഇപ്പം മാമി എന്ന് പറയുന്ന ആളുടെ തിരോധാനം, ഇത് നിയമസഭയിൽ ഉൾപ്പെടെ ഉന്നയിക്കപ്പെട്ട വിഷയമാണ്. മറ്റേ കൊലപാതക കേസ് ഉന്നയിക്കപ്പെട്ട വിഷയമാണ്. MK മുനീറാണെന്നാണ് എൻ്റെ ഓർമ്മ, ഉന്നയിച്ചതാണ്. പക്ഷേ ഇതിൻ്റെ വിഷയം ഒരു ഭരണപക്ഷ MLA പറയുന്നു, സംസ്ഥാനത്തെ ക്രമസമാധാന പാലനത്തിൻ്റെ ഉത്തരവാദിത്വമുള്ള ADGP കൊലപാതകം നടത്തിയതാണ്. അവിടുത്തെ ഒരു മാള്, ഒരു പ്രധാനപ്പെട്ട മാള്, മുഖ്യമന്ത്രി ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ടിരുന്ന മാളാണെന്ന് പറയുന്ന മാള്, ആ മാളിൻ്റെ വസ്തുക്കച്ചവടവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിരുന്ന ഒരാളിനെ അതിനുശേഷം കാണുന്നില്ല എന്നുള്ളതാണ് ആക്ഷേപം. അപ്പോൾ ഇത് സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന പാലനമുള്ള ആൾ ഇടപെട്ട് കൊല്ലുന്നതാണെന്നൊരു ഭരണകക്ഷി MLA വിളിച്ച് പറയുകയാണ്. കാരാട്ട് റസാക്ക് പറയുകയാണ് ഇത് കൊല്ലിക്കാൻ വേണ്ടി ഇരിക്കുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് വളരെ ഗൗരവതരമായൊരു സാഹചര്യമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഇത് പ്രതിപക്ഷ MLA ഉന്നയിച്ചിരുന്നെങ്കിൽ മറ്റൊരു മാനമാകുമായിരുന്നു. വേണ്ട, ഇത് തന്നെ മുഖ്യമന്ത്രി ഇന്ന് പറയുകയാണ്, ഇത് അടിസ്ഥാനരഹിതമായ കാര്യമാണ്, അദ്ദേഹത്തിന് വേറെ എന്തോ സാധാരണ പറയാനുള്ള മനോനില തെറ്റിയതാണെന്ന് വല്ലതും പറഞ്ഞിരുന്നെങ്കിൽ ഇതിൻ്റെ മാനം മറ്റൊന്നായിരുന്നു. പക്ഷെ പ്രഥമ ദൃഷ്ടിയാ ഇത് കഴമ്പുള്ളതാണെന്നും അന്വേഷിക്കാതെ പോകാൻ പറ്റില്ല എന്നും മുഖ്യമന്ത്രി തിരിച്ചറിഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ ഇവിടെ ഒരു അന്വേഷണം നടത്തിയില്ലെങ്കിൽ ഇതിലും വലിയ അന്വേഷണം വന്നാൽ താൻ കുടുങ്ങുമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിരിക്കുന്നു. എന്ത് തന്നെയായാലും അന്വേഷണത്തിന് അദ്ദേഹം ഉത്തരവിട്ടു. അതോടുകൂടി പറയുന്നത് എന്താണ്, ഇവിടുത്തെ ഭരണകക്ഷി MLA പറയുകയാണ്, പോലീസിൻ്റെ സംരക്ഷണമുള്ള MLA പറയുകയാണ്, എനിക്ക് തോക്ക് വേണം, തോക്കുണ്ടെങ്കിലേ എനിക്ക് ജീവിക്കാൻ ഒക്കൂ, അങ്ങനെയാണെങ്കിൽ എനിക്ക് മാനേജ് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ സാധാരണക്കാരൻ്റെ ജീവനും സ്വത്തിനും എന്ത് വില? ഇവിടുത്തെ ഭരണകക്ഷി കേരളത്തിലെ ജനങ്ങളോട് പറയുന്നത് സ്വരക്ഷയ്ക്ക് വേണ്ടി ആയുധമെടുക്കാനാണ് പറയുന്നത്. ഈ അവസ്ഥയാണ് ഇവിടെ നിലനിൽക്കുന്നത്. അവിടെയാണ് ഒന്നിൽ പ്രതിപക്ഷം കോടതിയിൽ പോകണം, അവർ പോകാതെ സുവമോട്ടോ കേസെടുക്കണമെന്ന് കോടതിയോട് അഭ്യർത്ഥിക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെ എന്ത് പറയാൻ? കോടതിക്ക് തോന്നിയാൽ കേസെടുക്കുക, അല്ലാതെ ഇപ്പോൾ എന്ത് പറയാൻ? ഫോൺ ടാപ്പിങ്ങിൻ്റെ കാര്യത്തിൽ തെലങ്കാന ഹൈക്കോടതി ഈ 2024 ജൂണിൽ BRS ഫോൺ ടാപ്പ് ചെയ്തു എന്ന് പറഞ്ഞ പശ്ചാത്തലത്തിൽ അവിടുത്തെ ബെഞ്ച് സുവമോട്ടോ കേസെടുത്തു. എന്ന് മാത്രമല്ല, ഇത് ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ ഇൻഫ്രിഞ്ച്മെൻ്റ് ആണെന്ന് മാത്രമല്ല, ഇത് നാഷണൽ സെക്യൂരിറ്റിക്ക് ത്രെറ്റാണെന്നാണ് തെലങ്കാന ഹൈക്കോടതി അത് സംബന്ധിച്ച് പറഞ്ഞത്. അപ്പോൾ ബഹുമാനപ്പെട്ട കോടതികൾ കേസെടുക്കാറുണ്ട്. ഇവിടെ അദ്ദേഹം പറഞ്ഞ എന്താണ്, DGPയുടെ ഭാര്യ ഫോൺ വിളിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരനെയാണ് വിളിക്കുന്നതെങ്കിലും വേറെ 4 ഫോൺ കണക്റ്റഡ് ആകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം എങ്ങനെയാണ് അറിഞ്ഞേ? അദ്ദേഹം പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസികൾക്കെല്ലാം ഫോൺ ടാപ്പ് ചെയ്യാവുന്ന അവസ്ഥയാണോ ഇവിടെ ഉള്ളത്? ഇവിടെ മാധ്യമപ്രവർത്തകർ ഫോൺ വിളിച്ചതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞല്ലോ. അത് അന്വേഷിക്കട്ടെ. മാധ്യമപ്രവർത്തകർ കേസ് കൊടുക്കുകയാണെന്ന് അവർ രണ്ടുപേരും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് ഏഷ്യാനെറ്റിലെ വിനുവും മറുനാടനും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരാരും പോയില്ലെങ്കിലും അവർ പോവുമായിരിക്കും. സത്യാവസ്ഥ തിരിച്ചറിയട്ടെ. ഇവിടെ അവനും ഫോൺ ടാപ്പ് ചെയ്യാവുന്ന അവസ്ഥയാണ് ഇവിടെയെങ്കിൽ ഹോം സെക്രട്ടറി എഴുതി കൊടുത്താലേ ഇവിടുത്തെ പോലീസ് പോലും ടാപ്പ് ചെയ്യാവൂ എന്നൊക്കെയുള്ള ഇവിടുത്തെ ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ പരിപാലനം എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഇവിടെ വളരെ ഗുരുതരമായ സിറ്റുവേഷൻ. വയർലെസ് സന്ദേശം ഒരു പത്രപ്രവർത്തകന് കൈമാറി എന്നാണ് ഇദ്ദേഹം ആരോപിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് NIA അന്വേഷിക്കേണ്ട കേസല്ലേ? ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ
ഏതോ പത്രപ്രവർത്തകർക്ക് ഒരു ലീഡ് കൊടുത്തെന്ന് പറഞ്ഞ് നിങ്ങളുടെ പത്രപ്രവർത്തകരെയാണെന്ന് തോന്നുന്നു, അവരുടെ ഫോൺ തട്ടിപ്പറിച്ചുകൊണ്ട് പോയി. അവർക്കെതിരെ കേസെടുത്ത ഉദ്യോഗസ്ഥൻ, ആ പോലീസ് ഉദ്യോഗസ്ഥനെ നടപടിയെടുത്ത ആളാണ് ഈ DGP. അദ്ദേഹം വയർലെസ് സന്ദേശം കൊണ്ടുവന്നപ്പോ അത് ഷൂട്ട് ചെയ്തു. അയാളെ എങ്ങനെ കൊണ്ടുവരുന്നത്, പോലീസ് മഹാരാഷ്ട്രയിൽ നിന്ന് കൊണ്ടുവരുന്നത് ഷൂട്ട് ചെയ്തതിന്റെ പേരിൽ കേസെടുത്ത ആളാണ്. കുറ്റവാളികളെ പിടിച്ചിട്ടുണ്ട്, കൊണ്ടുവരുന്നുണ്ടെന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ വിവരം പറഞ്ഞത് എന്തോ വലിയ ദേശീയ സുരക്ഷയ്ക്ക് പ്രശ്നമാണെന്ന് പറഞ്ഞ ആ ഉദ്യോഗസ്ഥനെ ക്രൂശിൽ തറച്ച ഈ മഹാൻ ഇദ്ദേഹം വയർലെസ് ഫോൺ സന്ദേശം കൈമാറി എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന്റെ പ്രതികരണം എന്താണെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് അന്വേഷിക്കാമെന്ന് പറയാം. മുഖ്യമന്ത്രിയുടെ പരാജയത്തെക്കുറിച്ചാണ് ഈ സംസാരിക്കുന്നത്. അദ്ദേഹം ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു എന്നും അദ്ദേഹം നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ 29 വകുപ്പ് കൈവച്ചുകൊണ്ട് നടക്കുകയാണെന്നും അദ്ദേഹം ഒന്നും അറിയുന്നില്ലെന്നും അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഇരുന്നു കൊണ്ട് ഈ ക്രിമിനൽ സംഘം കൊല്ലും കൊലയും, ഞാൻ അടിവരയിട്ട് പറയുന്നു, രണ്ടും കൊല്ലും കൊലയും നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും സുരക്ഷ വേണമെങ്കിൽ നിങ്ങൾ സ്വയം ആയുധം എടുത്തോളൂ എന്നും ഭരണകക്ഷി MLA-മാർ വന്നിരുന്ന് പറയുകയും അതിനെ പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ഒക്കെ അങ്ങനെ ആയിരിക്കാം, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം, അന്വേഷിച്ച് നോക്കാം എന്ന് പറയുകയും ചെയ്യുന്ന അവസ്ഥയിലാണ് ഈ സംസ്ഥാനം.